കല്യാണം മുടക്കികളായ ശ്രദ്ധയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിനിടയ്ക്ക് നമ്മൾ കണ്ട ഒരു ഫ്ലെക്സാണ്. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പിന്റെ ഫ്ലെക്സുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇതിലെ ഈ വാചകങ്ങൾ. നാട്ടിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കല്യാണം മുടക്കുന്നവർ ശ്രദ്ധിക്കുക. ആളെ തിരിച്ചറിഞ്ഞാൽ ആളിൻ്റെ പ്രായം, ജാതി, രാഷ്ട്രീയം, ഗ്രൂപ്പ് എന്നിവ നോക്കാതെ വീട്ടിൽ കയറി അടിക്കുന്നതാണ്. അത് ഏത് സുഹൃത്തിൻ്റെ അച്ഛനായാലും തല്ലും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിരൽ ചൂണ്ടുന്ന എല്ലാവരും നേരെയുണ്ട് അല്ലേ? നിങ്ങൾക്കും വളർന്നു വരുന്ന മക്കളും കൊച്ചുമക്കളും ഉണ്ടെന്ന് ഓർക്കുക. ഈ കള്ളിയിൽ ഫോട്ടോ വരാതിരിക്കാൻ ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താണോ ഇതിൻ്റെ ഒരു യുക്തി? കാരണം ഇവിടെ ഈ കല്യാണം മുടക്ക് ഇവിടെ പതിവാണോ? ഇവിടെ ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു വിഷയമൊക്കെ ഒരു ചായക്കടയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏതോ സുഹൃത്തുക്കൾ വെച്ചതാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷമാണ് ഈ ബോർഡ് ഇവിടെ പൊന്തിയിട്ടുള്ളത്. ഇവിടുത്തെ യുവാക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു ഭീതി ഉണ്ടോ? കല്യാണം മുടക്കുന്നവരിവിടെ ഉണ്ട്, അതിലൊരു ഒരു സങ്കടവും വിരോധവും ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 2 വർഷം മുന്നേക്കെ ഒരു വിഷയം ഉണ്ടായിട്ട് നാട്ടിലൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഭാഗമായിട്ട് വെച്ചതാവും എന്നാണ് മനസ്സിലാക്കുന്നത്. തല്ല് കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒറ്റക്കെട്ടാണ്. അതിലൊരു സംശയമില്ല. കാരണം വേണ്ടാത്ത കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞാണ്ട് ആ ജീവിതം മുടക്കുന്നത് തീർച്ചയായിട്ടും അതിനുള്ള നടപടി ഞങ്ങൾ എടുക്കും. ശാരീരികമായിട്ടുള്ള പ്രശ്നം കൊടുക്കും ചെയ്യും. പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് അതങ്ങനെ ചെയ്യുന്നതാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ആളുകൾക്ക് ധാരണ ഉണ്ടോ ഇന്ന ആൾക്കാരാണ്, അപ്പം നമ്മൾ ഇനി നേരിട്ട് ബോധ്യപ്പെടുത്തേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബോർഡ് വെക്കാൻ തീരുമാനിച്ചത്? അത് ഇതിൻ്റെ ആൾക്കാർക്ക് അറിയാം, ഇത് മുടക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇത് അവർക്കുള്ളതാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നമുക്ക് ഇതിൽ രാഷ്ട്രീയപരമായോ മതപരമായോ സംഘടനപരമായോ വ്യത്യാസമില്ലാതെ ഇങ്ങനെയുള്ള വിഷയത്തിൽ ഇവിടെ ചെറുപ്പക്കാർ ഒന്നിച്ച് ഒറ്റക്കെട്ടായിരുന്നുള്ള ഒരു തീരുമാനം. മലപ്പുറം ഏതോ ടീം ചെയ്ത പരിപാടിയാണ്. ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരെ പിടിച്ചാലേ ഫ്ലക്സിൻ്റെ അകത്ത് പേരും ഫോട്ടോയും മാത്രം വെച്ചാൽ പോരാ. ഒരു പൊതുയോഗം നടത്തിയിട്ട് വൻ സ്വീകരണം നടക്കണം, മാലയും പൊന്നാടിയും ഒക്കെ ഇട്ടുങ്ങാണ്ട്. ഈ സ്വന്തം മക്കളുണ്ട്, ഇവൾക്ക് മക്കളുണ്ട് എന്നൊക്കെ ഇതിനകത്ത് കിട്ടണോട് മറന്നു പോകും. ഒരു കണ്ടോത് മുടക്കാൻ എടുക്കുക. വളരെ സൂപ്പറായിരിക്കും. ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്.